This is Karthikeyan and welcome back to my channel Karthikeyan 3. Guys, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ 3 ഗൈസ്. അപ്പോൾ നമ്മുടെ ടെക് ഇൻഡസ്ട്രിയിൽ വലിയൊരു ഡിസ്കഷൻ തന്നെയാണ്. സംഭവം വെച്ചാൽ നത്തിങ് ഫോൺ 3ന്റെ പ്രൈസിങ് ആണ് ഏറ്റവും വലിയൊരു സർപ്രൈസ് അയച്ചുള്ളത്. നമ്മളിന്ന് ഫോണിന്റെ എപ്പോഴും പറയുന്ന കുറേ സ്പെസിഫിക്കേഷൻ മാത്രം മനുഷ്യങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ അങ്ങനെ സ്പെസിഫിക്കേഷനെ കൂടുതൽ കടക്കാനും പോകുന്നില്ല. ജസ്റ്റ് ഒരു സമ്മറി പോലെ പറഞ്ഞു പോയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ അറിയാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറയാം. ഗ്ലാസ് ബാക്ക് ആണ്, അതും ഗൊറില്ല ഗ്ലാസ് വിറ്റേഴ്സ്, അലൂമിനിയം ഫ്രെയിം, 120 Hz ആമൽ ഡിസ്പ്ലേ ആണ്, 6.67 ഇഞ്ചസിന്റെ. പിന്നെ കോൾകോം സ്നാപ്ഡ്രാഗൺ 8s Gen 4 ആണ് ഇതിന്റെ ചിപ്സെറ്റ്. പിന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്, 50 മെഗാപിക്സലിന്റെ വൈഡ്, 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ വിത്ത് OIS-ഉം 3x ഒപ്റ്റിക്കൽ സൂമും, പിന്നെ 50 മെഗാപിക്സൽ അൾട്രാ വൈഡും, പിന്നെ 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, അതിനകത്ത് 4K റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ എല്ലാ എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. NFC ഉണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററി നോക്കാണ് 5500 mAh ആണ്, 65 വാട്ടിന്റെ വയർഡ് ചാർജിങ് ആണ്, 50 വാട്ട് വയർലെസ് ചാർജ്. ഇത്രയും പെട്ടെന്ന് സ്പെസിഫിക്കേഷൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കാന്ന് വെച്ചാല് ഇതിന്റെ പ്രൈസിങ് ആണ് 79,999. ഇത്രയും കാലം നത്തിങ് കളിച്ച റേഞ്ച് വെച്ചാൽ 20,000 to 40,000 ആ ഒരു റേഞ്ചിലാണ് നത്തിങ് ഇത്രയും കാലം ഫോണൊക്കെ ഇറക്കിയത്. പെട്ടെന്നൊരു ബമ്പാണ് വന്നത്. ആരും ഇത്രയും പ്രൈസ് ഇൻക്രീസ് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം വെച്ചാൽ 79,999 ഫ്ലാഗ്ഷിപ്പ് ലെവൽ കമ്പീറ്റ് ചെയ്യാൻ സംഭവമാണ്. ഫ്ലാഗ്ഷിപ്പ് പ്രൈസിങ് ആണ് ഗൈസ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വെർത്ത് ആണോ, ഈസ് ഇറ്റ് വെർത്ത്? അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കാം. ഓക്കെ, അലൂമിനിയം ഫ്രെയിം ആണ്, ഗ്ലാസ് ബാക്ക് ആണ്, ഗൊറില്ല ഗ്ലാസ് വിറ്റെക്സ് ഒക്കെ ഉണ്ട്. പിന്നെ മോണോക്രോം LED ഡിസ്പ്ലേ ഉണ്ട് ബാക്കിൽ. ഈ പ്രാവശ്യം ബാക്കിൽ ലൈറ്റ് കത്തും. ഈ ലൈറ്റ് കത്തുന്ന പറയുന്ന സംഭവം ഇല്ല ഇനി. ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസ്പ്ലേ ആണ്, ഒരു സർക്കിൾ പോലത്തെ ഡിസ്പ്ലേ ആണ്. അപ്പൊ നമ്മൾ ഇതിന് മുമ്പേ വലിയ ഡിസ്പ്ലേ ഒക്കെ കണ്ടിട്ടുണ്ട്. ഷവോമിന്റെ ഫോണിലൊക്കെ ഇത്രയുള്ള ഡിസ്പ്ലേ, ക്യാമറ ലെഫ്റ്റ് സൈഡിൽ, ഡിസ്പ്ലേ റൈറ്റ് സൈഡിൽ. അപ്പൊ ഇത് പുതിയ സംഭവം ഒന്നല്ല, പഴയ സംഭവം തന്നെയാണ്. അപ്പൊ ലൈറ്റ് അവരൊരു ഐഡന്റിറ്റി ആയിരുന്നു, അപ്പൊ അത് പോയി. പക്ഷെ എന്നാലും ഡിസ്പ്ലേ ഉണ്ട്. ലൈറ്റ് നമുക്ക് ജസ്റ്റ് എന്തായാലും ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോ ഇത് ഇങ്ങനത്തെ ലൈറ്റ് അങ്ങനത്തെ ലൈറ്റ് ഇതുമാകുമ്പോൾ നമുക്ക് എല്ലാം കാണാൻ പറ്റും. അപ്പൊ ഡിസ്പ്ലേ പറ്റി ഓക്കെ, അതൊരു പുതിയ സാധനം. നത്തിങ് എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യാണ് അവർ. ഡിസ്പ്ലേ വെച്ചാൽ നല്ല കാര്യം. ഇപ്പൊ അങ്ങനെ ആരും വെക്കാറില്ല ഇങ്ങനെ ബാക്കിൽ ഡിസ്പ്ലേ. അപ്പൊ ഇത് വെച്ച നല്ല കാര്യം തന്നെയാണ്. പിന്നെ ബാക്കിൽ ഡിസ്പ്ലേസ് നല്ല കാര്യം. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നല്ല തന്നെയാണ്. OLED ഡിസ്പ്ലേ ആണ്, 120 Hz. അതിൻ്റെ അകത്തൊരു കംപ്ലൈന്റ് ഒന്നും പറയാനില്ല. പിന്നെ PWM ഡിമ്മിങ് ഒക്കെ ഉണ്ട്. ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൺ 8s Gen 4. അറ്റ്ലീസ്റ്റ് ഒരു 8 എലൈറ്റ് കൊടുക്കണ്ടായിരുന്നു. 79,999 റുപ്പീസിൽ 8 എലൈറ്റ് മസ്റ്റ് ആണ്. ഐ തിങ്ക് ദിസ് ഈസ് ഓവർ പ്രൈസ്ഡ് ഗൈസ്. കാരണം വെച്ചാല് 8s Gen 4 നല്ല ചിപ്സെറ്റ് ആണ്, അതിന് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ 30 to 40 കോർ, മാക്സിമം 50K അത്ര പോകാൻ പറ്റുള്ളൂ. 79,000 80Kയിലൊന്നും 8s Gen 4 വെച്ച് ഒരു കാര്യമില്ല. മിക്ക 8 എലൈറ്റ് കൊടുക്കണമായിരുന്നു അവര്. അതാണ് ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് ഏറ്റവും ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ്. അത് അവർ കൊടുത്തില്ല. അതെനിക്ക് വലിയൊരു സങ്കടം തന്നെയാണ്, 8 എലൈറ്റ് കൊടുക്കുക. അപ്പൊ ചിപ്സെറ്റിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് സങ്കടം ഉണ്ട്. 8s Gen 4 ഒരു പ്രശ്നമില്ല. നല്ല ചിപ്സെറ്റ് തന്നെയാണ്, നല്ല ഗെയിമിങ് എല്ലാ സ്ഥലവും നടക്കും. പക്ഷെ 8 എലൈറ്റ് അതാണ് ഫ്ലാഗ്ഷിപ്പ്. പിന്നെ UFS 4.0 അത് നല്ല തന്നെയാണ്. 256 GB സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും നല്ലതാണ്. പിന്നെ എല്ലാം 50 മെഗാപിക്സലിന്റെ ക്യാമറ ആണ്. നോർമൽ വൈഡ് ക്യാമറക്കും പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറക്കും OIS ഉണ്ട്. അപ്പൊ എല്ലാം 50 മെഗാപിക്സലാണ്, നല്ല കാര്യം. പ്രത്യേകിച്ച് അൾട്രാ വൈഡ് 50 മെഗാപിക്സലാണ്, വെരി ഗുഡ് തിങ്. പിന്നെ ടെലിഫോട്ടോ ക്യാമറ വെച്ചാൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ വെച്ചാൽ അതും നല്ല കാര്യമാണ്. അതിന്റെ 3x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. പിന്നെ ഫ്രണ്ടില് 50 മെഗാപിക്സൽ, അതിൻ്റെ അത് 4K റെക്കോർഡിംഗ് ഒക്കെ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് പറയാൻ വെച്ചാൽ ഡിസ്പ്ലേ കുഴപ്പമില്ല, ഡിസൈൻ കുഴപ്പമില്ല, ക്യാമറ അടിപൊളിയാണ്.
പക്ഷെ ചിപ്സെറ്റ് ആണ് എനിക്ക് ഇച്ചിരി പ്രശ്നമായി തോന്നിയത്. പിന്നെ ബാറ്ററി കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. 5500 mAh 65 വാട്ടിന് വയർഡ് ചാർജിങ് ഉണ്ട്, 50 വാട്ടിന് വയർലെസ് ചാർജിങ് ഉണ്ട്. പിന്നെ റിവേഴ്സ് ചാർജിങ്ങും ഇതാണ്, റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഉണ്ട്. എല്ലാ ടൈപ്പ് ഫെസിലിറ്റീസ് അവർ നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും 79,990 റുപ്പീസ് അവർ 8 അലൈറ്റ് എന്ന ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുണ്ടാവും. 8 അലൈറ്റ് ആ ചിപ്സെറ്റ് അവർ കൊടുക്കാത്തതാണ് ഏറ്റവും വലിയ എനിക്കൊരു സാഡായി തോന്നിയത്. കാരണം വെച്ചാൽ ആ കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ക ഫ്ലാഷ് സ്മാർട്ട് ഫോൺ തന്നെ പറയായിരുന്നു. കാരണം എല്ലാ ക്യാമറ അടിപൊളിയാണ്, ഡിസ്പ്ലേ അടിപൊളിയാണ്, ഡിസൈൻ അടിപൊളിയാണ്, കുറച്ചുകൂടി യുണീക്കാണ്, ബാക്കി എക്സ്ട്രാ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്, ബാറ്ററി അടിപൊളിയാണ്. പക്ഷെ അവരാരും ഏത് 8s Gen 4 ആയിട്ട് 8 അലൈറ്റ് കൊടുത്തു നല്ലതായിരിക്കും. പിന്നെ OS ഒന്നും പറയാം, നത്തിങ് OS ഇസ് ദ ബെസ്റ്റ്. ക്ലീൻ ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെയാണ്, ക്ലീൻ ആണ്. അവരയച്ചൊരു തീമാണ്. അപ്പൊ അത് നല്ലൊരു കാര്യം തന്നെയാണ്. നത്തിങ് OS ആണ് ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം വെച്ചാൽ ഷവോമി ആണെങ്കിലും സാംസങ് ഇനിയും കുഴപ്പമില്ല, റിയൽമിന്റെ ആണെങ്കിലും എല്ലാം ആണെങ്കിലും കുറച്ച് ഇതാണ്, കുറച്ച് ആഡ്സും ബ്ലോട്ട്വെയർസ് ഒക്കെ ഉണ്ടാവും ഫ്ലാഷ് സ്മാർട്ട് ഫോൺ ആണെങ്കിലും പോലും. പക്ഷെ ഇതിന്റെ നല്ല OS ആണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവർ ആ ചിപ്സെറ്റും കൂടെ നന്നാക്കിയിട്ടുണ്ട്. ഈ ഫോൺ ബെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നേ. ബെസ്റ്റ് ഫ്ലാഷ് സ്മാർട്ട് ഫോൺ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, 8s Gen 4 ഒരു പ്രശ്നമില്ല. പക്ഷെ 8 അലൈറ്റ് കൂടെ കൊടുത്തത് നല്ല, ഇതായിരുന്നു എൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ ഇതിന്റെ ഒരു ഡിസൈൻ കുറച്ച് ക്യാമറ അറേഞ്ച്മെന്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്നറിയില്ല, ഒരു എന്താ പറയാ, ഒരു സിമെട്രിക്കൽ അല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു മറ്റേ ഒരു ക്യാമറ ഏറ്റവും ലെഫ്റ്റ് സൈഡില്, മറ്റേ 2 ക്യാമറ ഒരു നടുക്ക് വെച്ച സംഭവം. പിന്നെ ഡിസ്പ്ലേ മറ്റേ എന്താണ് അതിന്റെ പേര്, മോണോക്രോം ഡിസ്പ്ലേ ഉണ്ടല്ലോ, അത് ഏറ്റവും റൈറ്റ് സൈഡിൽ. എന്തോ ഒരു സിമെട്രിക്കൽ എന്തോ ഒരു പ്രശ്നം പോലെ. അപ്പൊ അതല്ല അവരൊരു ബോക്സ് പോലെ അങ്ങനത്തെ പോലെ സെറ്റപ്പ് ആക്കിച്ചിട്ട് കുറച്ചുകൂടെ നന്നായി. ഇതൊരു യുണീക്കാണ്, അവർ യുണീക്കാണ് ഉദ്ദേശിച്ചത്, അപ്പൊ യുണീക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒപ്പീനിയൻ. നല്ല സ്മാർട്ട് ഫോൺ, നല്ല ഫ്ലാഷ് സ്മാർട്ട് ഫോൺ. പ്രൈസ് ഇച്ചിരി കൂടുതലാണ്, കാരണം വെച്ചാൽ 8 അലൈറ്റ് കൊടുത്തിട്ട് ഓവർ പ്രൈസ് ഞാൻ പറയൂല. പക്ഷെ 8s Gen 4 ഇച്ചിരി ഓവർ പ്രൈസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ക്യാമറ അടിപൊളിയാണ്, നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല ഓവർ പ്രൈസ്ഡ് ആണ്. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ബൈ, സീ യു നെക്സ്റ്റ് ടൈം, പീസ്, ബൈ.